+1 മാത്തമാറ്റിക്സ് 16th ചാപ്റ്റർ പ്രോബബിലിറ്റിയുടെ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എസ് ഒരു സാമ്പിൾ സ്പേസും ഇ എസിന്റെ സബ്സെറ്റ് ആയിട്ടുള്ള ഒരു ഇവന്റും ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ദി ഇവന്റ് ഇ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: പി ഓഫ് ഇ. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ഇ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എസ് ആണ്. ഇനി ഒരു സാമ്പിൾ സ്പേസിലെ ഔട്ട്കംസ് എടുത്താൽ ഏത് ഔട്ട്കം ആയാലും അതിന്റെ പ്രോബബിലിറ്റി 0 തൊട്ട് 1 വരെയുള്ള അത്രയും വാല്യൂസേ വരുള്ളൂ. 0ക്ക് താഴോട്ടും വരില്ല, 1ന് മുകളിലോട്ടും വരില്ല. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ആൻ ഔട്ട്കം പി ഓഫ് ഒമേഗ എടുത്താൽ നമുക്ക് 0 തുടങ്ങി 1 വരെയുള്ള അത്രയും സ്ഥലത്തേ ഉണ്ടാവുള്ളൂ. ഇനി സം ഓഫ് പ്രോബബിലിറ്റീസ്, ഈ എല്ലാ ഔട്ട്കംസിന്റെയും ഒരു സാമ്പിൾ സ്പേസിലെ എല്ലാ ഔട്ട്കംസിന്റെയും കൂടി പ്രോബബിലിറ്റി ആഡ് ചെയ്താൽ സിഗ്മ പി ഓഫ് ഒമേഗ എടുത്താൽ അത് 1 ആയിരിക്കും. ഇപ്പോൾ ഒരു ഇവന്റിന്റെ കാര്യം എടുത്താൽ ഇതേപോലെ തന്നെയാണ്. ഏതൊരു ഇവന്റ് എടുത്താലും അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 തുടങ്ങി 1 വരെ അത്രയും ഭാഗത്ത് മാത്രമേ വാല്യൂസ് വരുള്ളൂ. 0ക്ക് താഴോട്ടും വരില്ല, 1ന് മുകളിലോട്ടും വരില്ല. അതേപോലെ പി ഓഫ് നൾസെറ്റ് ഈക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ പി ഓഫ് നൾസെറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഓഫ് നൾസെറ്റ് ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് ആണല്ലോ. നൾസെറ്റിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് 0 ആണെന്നറിയാം. എൻ ഓഫ് എസ് ഈക്വൽ ടു 0. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് നൾസെറ്റ് 0 ആയിരിക്കും. അതേപോലെ പ്രോബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് എന്ത് വരും? എൻ ഓഫ് സാമ്പിൾ സ്പേസ് ഡിവൈഡഡ് ബൈ എൻ ഓഫ് സാമ്പിൾ സ്പേസ് തന്നെയാണല്ലോ. അപ്പോൾ എപ്പോഴും 1 ആയിരിക്കും. പ്രോബിലിറ്റി ഓഫ് നൾസെറ്റ് 0യും പ്രോബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് 1 ആയിരിക്കും. ഇനി പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. നമ്മൾ സെറ്റിനകത്ത് ഇക്വേഷൻ എൻ ഓഫ് എ യൂണിയൻ ബിയുടെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് എന്നിന് പകരം പി ആണെന്നേ ഉള്ളൂ. ഇനി രണ്ട് ഇവന്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ നമുക്കറിയാം എ ഇന്റർസെക്ഷൻ ബി നൾസെറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0 ആയിരിക്കും. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0 വന്നാൽ പി ഓഫ് എ യൂണിയൻ ബി, രണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സിന്റെ കാര്യത്തിൽ എന്ത് വരും? പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആയിരിക്കും. ഇനി പി ഓഫ് നോട്ട് എ എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് ആണ്. പി ഓഫ് എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ 1 മൈനസ് പി ഓഫ് എ ചെയ്താൽ മതി. എ കോംപ്ലിമെന്റിന്റെ പ്രോബിലിറ്റി ഈക്വൽ ടു 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ആണ്. അതേപോലെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ ബട്ട് നോട്ട് ബി അല്ലെങ്കിൽ എ മൈനസ് ബി എന്ന് പറയും. പി ഓഫ് എ മൈനസ് ബി കണ്ടുപിടിക്കാൻ പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇത്രയും ഇക്വേഷൻസ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ട്. ഈ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് കനോട്ട് ബി വാലിഡ് അസൈൻമെന്റ് ഓഫ് പ്രോബബിലിറ്റീസ് ഫോർ ഔട്ട്കംസ് ഓഫ് സാമ്പിൾ സ്പേസ്? ഇവിടെ ഒരു സാമ്പിൾ സ്പേസ് തന്നിട്ടുണ്ട്. ഇതിലെ ഓരോ ഔട്ട്കമിന്റെയും പ്രോബബിലിറ്റിയാണ് ഈ തന്നിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് വാലിഡ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വാലിഡ് ആവണമെങ്കിൽ 2 കണ്ടീഷനാണുള്ളത്. ഇതിൽ ഓരോ പ്രോബബിലിറ്റിയും ഓരോ ഔട്ട്കമിന്റെയും പ്രോബബിലിറ്റിയും 0ക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കുകയും വേണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ 0യുടെ താഴോട്ടും വാല്യൂ പാടില്ല, 1ന്റെ മുകളിലോട്ടും വാല്യൂ പാടില്ല. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ, ഈ പ്രോബബിലിറ്റീസ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടണം. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ നോക്കാം, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എല്ലാ വാല്യൂസും ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1 ആണ് വന്നിരിക്കുന്നത്. ഈ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കാം. ഈക്വൽ ടു 1 കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ദെയർഫോർ 1 ഈസ് വാലിഡ് എന്ന് പറയാം. അസൈൻമെന്റ് 1 വാലിഡ് ആണ്. ഇനി രണ്ടാമത്തെ അസൈൻമെന്റ് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. എല്ലാ വാല്യൂസും ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1 ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്യുമ്പോൾ 2.8 ആണ് കിട്ടുന്നത്. ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ 1 കിട്ടിയാൽ മാത്രമേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. ദെയർഫോർ അസൈൻമെന്റ് 2 ഈസ് നോട്ട് വാലിഡ്. അസൈൻമെന്റ് 2 വാലിഡ് അല്ല. മൂന്നാമത്തത് നോക്കാം.
അപ്പോൾ ഒന്നാമത്തെ ഒമേഗ 1ന്റെ പ്രോബിലിറ്റി തന്നെ ലെസ് ദാൻ 0 ആണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇവിടെയും വന്നിട്ടുണ്ട് ലെസ് ദാൻ 0. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ലെസ് ദാൻ 0യോ ഗ്രേറ്റർ ദാൻ 1ഓ വന്നാൽ തന്നെ അസൈൻമെന്റ് വാലിഡ് ആവില്ല. ഇവിടെ പ്രോബിലിറ്റി ഓഫ് ഒമേഗ 1 ലെസ് ദാൻ 0 ആണ്. പ്രോബിലിറ്റി ഓഫ് ഒമേഗ 5ഉം ലെസ് ദാൻ 0 ആണ്. ദെയർഫോർ മൂന്നാമത്തെ അസൈൻമെന്റ് ഈസ് നോട്ട് വാലിഡ് ആണ്. ഇനി നാലാമത്തെ നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ ഇതെല്ലാം 1ലും താഴെയാണ്. പക്ഷേ ഈ ലാസ്റ്റ് 1 നോക്കിക്കേ, ഗ്രേറ്റർ ദാൻ 1 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഒമേഗ 7 ഗ്രേറ്റർ ദാൻ 1 വന്നതുകൊണ്ട് അസൈൻമെന്റ് 4ഉം നോട്ട് വാലിഡ് ആണ്. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ആഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമുള്ളൂ. നെക്സ്റ്റ് പ്രോബ്ലം, 3 coins are tossed. Find the probability of getting. ഇവിടെ 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. 3 coins are tossed ന്റെ സാമ്പിൾ സ്പേസ് ആദ്യം എഴുതാം. 3 coins ആവുമ്പോൾ HHH, THH, HTH, HHT, HTT, THT, TTH, TTT. ഇങ്ങനെ 8 എലമെന്റ്സ് ആണ് വരുന്നത്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 3 ഹെഡ്സ് എന്നുള്ള ഇവന്റ് ആണ് തന്നിരിക്കുന്നത്. ഇവന്റിന് നമുക്ക് എ എന്ന് പേര് കൊടുക്കാം. അപ്പോൾ 3 ഹെഡ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരൊറ്റ എലമെന്റിനകത്ത് 3 ഹെഡ്സ് വരുന്നുള്ളൂ. അപ്പോൾ സിംഗിൾ എലമെന്റ് മാത്രമാണ് എയിൽ വരുന്നത്. പ്രോബിലിറ്റി ഓഫ് എ, പ്രോബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് ആണ്. എയിൽ ഒരൊറ്റ എലമെന്റേ ഉള്ളൂ, സാമ്പിൾ സ്പേസിൽ 8 എലമെന്റ്സ്. അപ്പോൾ 1/8 ആണ് ആൻസർ വരിക. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സാക്ട്ലി 2 ഹെഡ്സ് എന്ന് പറയുമ്പോൾ കറക്റ്റ് 2 ഹെഡ്സ് വരണം. അപ്പോൾ 2 ഹെഡ്സ് ഒരു ടെയിലുമാണ് വരേണ്ടത്. ബി എന്ന് കൊടുക്കുക ഇവന്റിന്റെ പേര്. എക്സാക്ട്ലി 2 ഹെഡ്സ് വരുന്നത് THH, HTH, HHT. ഈ 3 എലമെന്റ്സിൽ മാത്രമാണ് എക്സാക്ട്ലി 2 ഹെഡ്സ് വരുന്നത്. ദെയർഫോർ പ്രോബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു n of b by n of s ആണ്. 3/8 എന്ന് വരും. തേർഡ് ക്വസ്റ്റ്യൻ, അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് എന്ന് പറയുമ്പോൾ മിനിമം 2 ഹെഡ്. ഇപ്പോൾ 2 ഹെഡും ആവാം 3 ഹെഡും ആവാം. സി എന്ന് ഇവന്റിന് പേര് കൊടുത്താൽ അതിനകത്ത് 2 ഹെഡ് ഉള്ളതും വരും 3 ഹെഡ് ഉള്ളതും വരും. ഇപ്പോൾ ഇവിടെ HHH, THH, HTH, HHT ഈ 4 എലമെന്റ്സ് വരും. Therefore probability of C equal to n of C by n of S equal to 4/8. ആൻസർ 1/2 എന്ന് കിട്ടും. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നോ ഹെഡ് എന്ന് പറയുമ്പോൾ ഹെഡ് ഇല്ലാത്ത എലമെന്റ്. ഇപ്പോൾ ഡി എന്ന ഇവന്റിന് പേര് കൊടുത്താൽ ഹെഡ് ഇല്ലാത്ത ഒരൊറ്റ എലമെന്റേ ഉള്ളൂ, TTT ആണ്. പ്രോബിലിറ്റി ഓഫ് ഡി ഈക്വൽ ടു n of D by n of S ഈക്വൽ ടു 1/8 എന്ന് വരും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അറ്റ്മോസ്റ്റ് 2 ഹെഡ്സ് എന്ന് പറയുമ്പോൾ മാക്സിമം 2 ഹെഡ്. 2 ആവാം 1 ആവാം 0 ആവാം. 2ൽ കൂടുതലാകാൻ പാടില്ല എന്നേ ഉള്ളൂ. നമുക്ക് ഇവന്റിന് ഇ എന്ന് പേര് കൊടുത്താൽ അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് പറയുമ്പോൾ മാക്സിമം 2 ഹെഡ്. 3 ഹെഡ് ഉള്ളത് എഴുതാൻ പാടില്ല, ബാക്കി എല്ലാം വരും. THH വരും, HTH, HHT, HTT, THT, TTH. ഹെഡ് ഇല്ലാത്തത് TTTയും വരും. മാക്സിമം 2 ഹെഡ് എന്ന് പറയുമ്പോൾ 2 ഹെഡ് ആവാം, 1 ഹെഡ് ഉള്ളതാവാം, ഹെഡ് ഇല്ലാത്തതും ആകാം. Therefore probability of E equal to n of E by n of S equal to 7/8 എന്ന് കിട്ടും. നെക്സ്റ്റ് പ്രോബ്ലം, ചെക്ക് വെദർ ദി ഫോളോയിങ് പ്രോബബിലിറ്റീസ് ആർ കൺസിസ്റ്റന്റ്ലി ഡിഫൈൻഡ്. ഈ തന്നിരിക്കുന്ന പ്രോബബിലിറ്റീസ് കറക്റ്റ് ആയിട്ടാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് നോക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഇവിടെ 2 സെറ്റ് തന്നിട്ടുണ്ട്. ഈ സെറ്റിന്റെ ഈ ഭാഗമാണ് A ഇന്റർസെക്ഷൻ B എന്നറിയാമല്ലോ. ഇവിടെ A എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് A കംപ്ലീറ്റ് A ഇന്റർസെക്ഷൻ B വരും. ഈ 2 കേസായാലും പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B എന്ന് പറയുന്നത് ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു P of A യും ആയിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു P of B യും ആയിരിക്കും.
എ ഇന്റർസെക്ഷൻ ബിയുടെ പ്രോബിലിറ്റി എന്തായാലും ആ രണ്ട് സെറ്റിന്റെയും പ്രോബിലിറ്റിയേക്കാൾ കുറവേ വരുള്ളൂ. കുറവോ ചില ഈ കേസിലേക്ക് ഈക്വലോ, ഈ രണ്ട് കേസേ വരുള്ളൂ. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് നോക്കിക്കേ, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഗ്രേറ്റർ ദാൻ പി ഓഫ് എ ആണ് വന്നിരിക്കുന്നത്. പി ഓഫ് എക്കായാലും വലുതായിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. therefore ഈ ഡെഫിനിഷൻ തെറ്റാണ്. therefore not consistently defined. ഈ രണ്ടാമത്തെ നോക്കുക, രണ്ടാമത്തെ യൂണിയൻ ആണ്. യൂണിയന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആയിരിക്കും. പി ഓഫ് എയും പി ഓഫ് ബിയും കൂടെ ആഡ് ചെയ്യുന്നതിനേക്കാൾ ചെറുതായിരിക്കും. നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആഡ് ചെയ്യുമ്പോൾ 0.9 വന്നു. 0.9 ഗ്രേറ്റർ ദാൻ 0.8 ആണ്. അപ്പോൾ എ യൂണിയൻ ബിയുടെ പ്രോബബിലിറ്റി പി ഓഫ് എ പ്ലസ് പി ഓഫ് ബിയേക്കായാലും ചെറുതായിട്ടാണ് വന്നിരിക്കുന്നത്. therefore കറക്റ്റ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കൺസിസ്റ്റന്റ്ലി ഡിഫൈൻഡ്. ഈ രണ്ട് റിലേഷനും ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഇ ആൻഡ് എഫ് ആർ ഈവൻ സച്ച് ദാറ്റ് പി ഓഫ് ഇ 1/4, പി ഓഫ് എഫ് 1/2, പി ഓഫ് ഇ ആൻഡ് എഫ് എന്ന് പറഞ്ഞാൽ ഇ ഇന്റർസെക്ഷൻ എഫ് 1/8. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് പി ഓഫ് ഇ ഓർ എഫ്. ഇ ഓർ എഫ് എന്ന് പറഞ്ഞാൽ ഇ യൂണിയൻ എഫ് ആണ്. ഇ യൂണിയൻ എഫിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് മൈനസ് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഈക്വൽ ടു പി ഓഫ് ഇ 1/4 ആണ്, പി ഓഫ് എഫ് 1/2 മൈനസ് ഇന്റർസെക്ഷൻ ആണ് ആൻഡ് തന്നിരിക്കുന്നത് 1/8 വരും. ഇത് രണ്ടൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 + 4 ഡിവൈഡഡ് ബൈ 8 മൈനസ് 1/8 എന്ന് വരും. 6/8 മൈനസ് 1/8 ഈക്വൽ ടു 5/8 എന്ന് ആൻസർ വരും. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. പി ഓഫ് നോട്ട് ഇ ആൻഡ് നോട്ട് എഫ്. ഈ നോട്ട് ഇ എന്ന് പറഞ്ഞാൽ ഇ കോംപ്ലിമെന്റ് ആണ്. ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ. നോട്ട് എഫ് എന്ന് പറയുന്നത് എഫ് കോംപ്ലിമെന്റ്. ഇ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ് നമ്മൾ ഡിമോർഗൻസ് ലോ പഠിച്ചിട്ടുണ്ട്. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന്. അപ്പൊ അതേ ഫോം ആണല്ലോ. ഇ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റിന് പകരം ഇ യൂണിയൻ എഫ് ഹോൾ കോംപ്ലിമെന്റ് എന്ന് കൊടുക്കാം. ഒരു കോംപ്ലിമെന്റിന്റെ പ്രോബിലിറ്റി എടുക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1 മൈനസ് പി ഓഫ് എ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് ഇ യൂണിയൻ എഫ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1 മൈനസ് പി ഓഫ് ഇ യൂണിയൻ എഫ് ആയിരിക്കും. പി ഓഫ് ഇ യൂണിയൻ എഫ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 1 മൈനസ് 5/8 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/8 എന്ന ആൻസർ വരും. നെക്സ്റ്റ് പ്രോബ്ലം, events E and F are such that P of not E or not F equal to 0.25. State whether E and F are mutually exclusive. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ P of E ഇന്റർസെക്ഷൻ F ഈക്വൽ ടു 0 എന്ന് കിട്ടും. നമുക്ക് നോക്കാം. ഈ തന്നിരിക്കുന്ന വാല്യൂ എന്താണ്? P of not E എന്ന് പറഞ്ഞാൽ E കോംപ്ലിമെന്റ്, ഓർ എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണ്, നോട്ട് F എന്ന് പറയുന്നത് F കോംപ്ലിമെന്റ്. അപ്പോൾ P of ഈ കോംപ്ലിമെന്റ് യൂണിയൻ എഫ് കോംപ്ലിമെന്റിന്റെ വാല്യൂ ആണ് 0.25 എന്ന് തന്നിരിക്കുന്നത്. ഈ ഡിമോർഗൻസ് ലോ നമ്മൾ സെറ്റ്സിൽ പഠിച്ചതനുസരിച്ച് ഈ ഇന്റർസെക്ഷൻ എഫ് ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു ഈ കോംപ്ലിമെന്റ് യൂണിയൻ എഫ് കോംപ്ലിമെന്റ് ആണ്. ഈ കോംപ്ലിമെന്റ് യൂണിയൻ എഫ് കോംപ്ലിമെന്റിന് പകരം പി ഓഫ് ഈ ഇന്റർസെക്ഷൻ എഫ് ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. ഈക്വൽ ടു 0.25. കോംപ്ലിമെന്റ് നമ്മൾ പഠിച്ചത് എന്താണ്? പി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ ആണ്. പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഹോൾ കോംപ്ലിമെന്റിനെ എന്തെഴുതാം? 1 മൈനസ് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് എഴുതാം. ഈ ടേം റൈറ്റ് സൈഡിലേക്ക് മാറ്റുകയാണ്. 0.25 ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റിയാൽ എങ്ങനെ വരും? 1 മൈനസ് 0.25 ഈക്വൽ ടു പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് വരും. പി ഓഫ്
ഈ ഇൻ്റർസെക്ഷൻ എഫിൻ്റെ വാല്യൂ എന്ത് വന്നു? 0.75 എന്ന് വന്നു. 0 വന്നാലേ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവത്തുള്ളൂ. ഇത് നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. നെക്സ്റ്റ് പ്രോബ്ലം. ഇൻ ക്ലാസ് 11 ഓഫ് എ സ്കൂൾ 40% ഓഫ് ദി സ്റ്റുഡൻസ് സ്റ്റഡി മാത്തമെറ്റിക്സ്. മാത്തമെറ്റിക്സ് പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ പി ഓഫ് മാത്തമെറ്റിക്സിൻ്റെ സെറ്റിന് നമുക്ക് എം എന്ന് എടുക്കാം. പ്രോബിലിറ്റി ഓഫ് എം എന്ന് പറയുന്നത് 40/100 വരും. 30% സ്റ്റഡി ബയോളജി. ബയോളജിയുടെ പെർസെൻറ്റേജ് 30 ആണ്. അപ്പോൾ പി ഓഫ് ബയോളജിക്ക് ബി എന്നെടുത്താൽ പി ഓഫ് ബി ഈക്വൽ ടു 30/100 വരും. ആൻഡ് 10% സ്റ്റഡി ബോത്ത് മാത്തമെറ്റിക്സ് ആൻഡ് ബയോളജി എന്ന് പറയുമ്പോൾ ആൻഡ് വന്നാൽ ഇൻ്റർസെക്ഷൻ ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ പി ഓഫ് എം ഇൻ്റർസെക്ഷൻ ബി ആണ് 10%. അപ്പോൾ പ്രോബിലിറ്റി വരുന്നത് 10/100. If a student is selected at random from the class, find the probability that he will be studying at least one of the two subjects എന്ന് പറഞ്ഞാൽ മാത്തമെറ്റിക്സ് ഓർ ബയോളജി എന്നുള്ള അർത്ഥമാണ്. ഓർ വരുമ്പോൾ യൂണിയൻ ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എം യൂണിയൻ ബി ആണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ എന്ന് വന്നാൽ യൂണിയൻ ആണെന്ന് ഓർത്ത് വെക്കുക. ഇക്വേഷൻ എന്താണ്? പി ഓഫ് എം പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എം ഇൻ്റർസെക്ഷൻ ബി ആണ്. ഈക്വൽ ടു 40/100 പ്ലസ് 30/100 മൈനസ് 10/100 ഈക്വൽ ടു 40 പ്ലസ് 30 70 മൈനസ് 10/100 എന്ന് വരും. 60/100 എന്ന് വരും. ഈക്വൽ ടു 3/5 എന്ന് കിട്ടും. നെക്സ്റ്റ് പ്രോബ്ലം. One card is drawn from a pack of 52 cards. 52 playing cardsന്റെ പാക്കിൽ നിന്ന് ഒരു കാർഡാണ് എടുക്കുന്നത്. Find the probability that the card will be. 5 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാർഡ് ഡയമണ്ട് ആവാനുള്ള പ്രോബിലിറ്റി ആണ്. ഇവിടെ സാമ്പിൾ സ്പേസിലെ എലിമെന്റ്സിന്റെ എണ്ണം 52 ആണ്. ടോട്ടൽ 52 കാർഡ്സ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പർ 1 പ്രോബിലിറ്റി ഓഫ് ഡയമണ്ട്സ് ആണ്. നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ ഡയമണ്ട്സിന്റെ സെറ്റിന് ഡി എന്ന് കൊടുത്താൽ ടോട്ടൽ ഡയമണ്ട്സ് ഉള്ളത് 13 ആണ്. അപ്പോൾ കാർഡ്സിൻ്റെ എണ്ണം മറന്നുപോയെങ്കിൽ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഉള്ള ചാപ്റ്ററിൻ്റെ നോട്ട്സിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നുകൂടി നോക്കി മനസ്സിലാക്കിയിട്ട് ഈ ക്ലാസ് കാണുക. ഡയമണ്ട്സിൻ്റെ എണ്ണം 13 ആണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഡയമണ്ട്സ് എന്ന് പറയുമ്പോൾ എൻ ഓഫ് ഡി ബൈ എൻ ഓഫ് എസ് ആണ്. ഈക്വൽ ടു 13/52 ഈക്വൽ ടു 1/4 എന്ന് കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. നോട്ട് എ ഡയമണ്ട് എന്ന് പറയുമ്പോൾ ഡയമണ്ട് കോംപ്ലിമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കുന്നത് 1 മൈനസ് പി ഓഫ് ഡി ആണ്. ഈക്വൽ ടു 1 മൈനസ് 1/4 ഈക്വൽ ടു 3/4 എന്ന് വരും. തേർഡ് ക്വസ്റ്റ്യൻ. നോട്ട് ആൻഡ് ഏസ്. നോട്ട് ആൻഡ് ഏസ് എന്ന് പറയുമ്പോൾ ഏസിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏസിൻ്റെ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ഏസ്. ഏസിൻ്റെ സെറ്റിനാണ് എ എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏസിൻ്റെ നമ്പർ ഓഫ് ഏസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഏസിൻ്റെ എണ്ണം 4 ആണ്. ഈക്വൽ ടു പ്രോബിലിറ്റി വരുമ്പോൾ 1 മൈനസ് എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ് ആണ്. എൻ ഓഫ് എ 4 ആണ്. എൻ ഓഫ് എസ് 52 ആണ്. ഈക്വൽ ടു 1 മൈനസ് 1/13 എന്ന് വരും. 13 മൈനസ് 1 12/13 എന്ന് ആൻസർ കിട്ടും. നാലാമത്തത്. ആൻ ഏസ് ഓഫ് സ്പേഡ്സ്. ഏസ് ഓഫ് സ്പേഡ്സ് എന്ന് പറയുമ്പോൾ സ്പേഡ്സിൽ ഒറ്റ ഏസ് മാത്രമേ ഉള്ളൂ. ഏസ് ഓഫ് സ്പേഡ്സിൻ്റെ പ്രോബിലിറ്റി എടുക്കുമ്പോൾ നമ്പർ ഓഫ് ഏസ് ഓഫ് സ്പേഡ്സ് എന്ന് പറയുന്നത് 1 ആണ്. സാമ്പിൾ സ്പേസിലെ എണ്ണം 52 ആണ്. അപ്പോൾ 1/52 ആണ് വരിക. അഞ്ചാമത്തത്. പി ഓഫ് ബ്ലാക്ക് ബി എന്ന് കൊടുക്കാം. ബ്ലാക്ക് കാർഡ്സിൻ്റെ എണ്ണം 26 ആണ്. ഇപ്പോൾ 26/52 ആണ് പ്രോബിലിറ്റി വരുന്നത്. ഈക്വൽ ടു 1/2 കിട്ടും. നെക്സ്റ്റ് പ്രോബ്ലം. ദി പ്രോബിലിറ്റി ദാറ്റ് എ സ്റ്റുഡൻറ് വിൽ പാസ് ദി ഫൈനൽ എക്സാമിനേഷൻ ഇൻ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഈസ് 0.5. ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി എന്ന് പറയുമ്പോൾ ഇൻ്റർസെക്ഷൻ ആണ്. പി ഓഫ് ഇംഗ്ലീഷിന് ഇ എന്ന് കൊടുക്കാം, ഹിന്ദിക്ക് എച്ച് എന്ന് കൊടുക്കാം. ഈ ഇൻ്റർസെക്ഷൻ എച്ച് ആണ് 0.5 എന്ന് തന്നിരിക്കുന്നത്. ആൻഡ് ദി പ്രോബിലിറ്റി ഓഫ് പാസിംഗ് നൈദർ. നൈദർ എന്ന് പറയുമ്പോൾ രണ്ടുമില്ല. പി ഓഫ് നോട്ട് ഇ ആൻഡ് നോട്ട് എച്ച് ആണ്.
നോട്ട് ഇ എന്ന് പറയുമ്പോൾ ഇ കോംപ്ലിമെന്റ്, ആൻഡ് എന്ന് പറയുമ്പോൾ ഇന്റർസെക്ഷൻ, നോട്ട് എച്ച് എന്ന് പറയുന്നത് എച്ച് കോംപ്ലിമെന്റ്. ഇതാണ് 0.1 എന്ന് തന്നിരിക്കുന്നത്. ഇഫ് ദി പ്രോബിലിറ്റി ഓഫ് പാസിംഗ് ഇംഗ്ലീഷ് ഈസ് 0.75, പ്രോബിലിറ്റി ഓഫ് ഇംഗ്ലീഷ് തന്നിരിക്കുന്നത് 0.75. അങ്ങനെയാണെങ്കിൽ ഹിന്ദിയുടെ പ്രോബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ടേം ഒന്ന് എടുക്കാം. പി ഓഫ് ഇ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എച്ച് കോംപ്ലിമെന്റ് ആണ് 0.1 തന്നിരിക്കുന്നത്. ഇ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എച്ച് കോംപ്ലിമെന്റിനെ ഡിമോർഗൻസ് ലോ യൂസ് ചെയ്താൽ എങ്ങനെ എഴുതാം? ഇ യൂണിയൻ എച്ച് ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. ഇ യൂണിയൻ എച്ച് ഹോൾ കോംപ്ലിമെന്റ് പ്രോബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 1 മൈനസ് പി ഓഫ് ഇ യൂണിയൻ എച്ച് എന്ന് എഴുതാം, ഈക്വൽ ടു 0.1. therefore ഈ ടേം റൈറ്റിലേക്ക് മാറ്റുന്നു, 0.1 ലെഫ്റ്റിലേക്ക് മാറ്റിയാൽ 1 മൈനസ് 0.1 ഈക്വൽ ടു പി ഓഫ് ഇ യൂണിയൻ എച്ച് എന്ന് കിട്ടും. അപ്പോൾ പി ഓഫ് ഇ യൂണിയൻ എച്ചിന്റെ ആൻസർ എന്താണ്? ഈക്വൽ ടു 0.9 എന്ന് കിട്ടും. നമുക്കിനി യൂണിയന്റെ ഇക്വേഷൻ എഴുതാം. യൂണിയന്റെ ഇക്വേഷൻ പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എച്ച് മൈനസ് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എച്ച് ഈക്വൽ ടു 0.9 എന്ന് കൊടുക്കാമല്ലോ. പി ഓഫ് ഇ യൂണിയൻ എച്ചിന്റെ ഇക്വേഷൻ ആണ് ലെഫ്റ്റ് സൈഡിൽ എഴുതിയത്, അപ്പോൾ റൈറ്റ് സൈഡ് 0.9 തന്നെയാണ്. ഇനി നമുക്ക് അറിയാവുന്ന വാല്യൂസ് എല്ലാം കൊടുക്കാം. പി ഓഫ് ഇ 0.75, പി ഓഫ് എച്ച് കണ്ടുപിടിക്കണം, മൈനസ് ഇന്റർസെക്ഷൻ 0.5. 0.75 മൈനസ് 0.5 എന്ന് പറയുമ്പോൾ 0.25 വരും. therefore probability of Hindi equal to 0.9 minus 0.25 equal to 0.65 എന്ന് വരും. Next problem. In a class of 60 students, 30 opted for NCC, 32 opted for NSS. ഇവിടെ നമുക്ക് NCCയുടെ സെറ്റിന് A എന്നും കൊടുക്കാം, NSSന്റെ സെറ്റിന് B എന്നും കൊടുക്കാം. ടോട്ടൽ സ്റ്റുഡൻസ് 60 ആണ്. അപ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദി സാമ്പിൾ സ്പേസ് ഈക്വൽ ടു 60 ആണ്. N ഓഫ് A NCC ഓപ്റ്റ് ചെയ്തവരുടെ എണ്ണം 30. N ഓഫ് A ഈക്വൽ ടു 30. N ഓഫ് B ഈക്വൽ ടു NSS ഓപ്റ്റ് ചെയ്തവർ 32. ആൻഡ് 24 ഓപ്റ്റഡ് ഫോർ ബോത്ത് NCC ആൻഡ് NSS എന്ന് പറയുമ്പോൾ ഇന്റർസെക്ഷൻ ആണ്. നമ്പർ ഓഫ് A ഇന്റർസെക്ഷൻ B ഈക്വൽ ടു 24 എന്ന് തന്നിട്ടുണ്ട്. ഇഫ് ദി വൺ ഓഫ് ദി സ്റ്റുഡൻസ് ഈസ് സെലക്ടഡ് അറ്റ് റാൻഡം, ഫൈൻഡ് ദി പ്രോബിലിറ്റി ദാറ്റ് ദി സ്റ്റുഡൻറ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്റ്റഡ് ഫോർ NCC ഓർ NSS. ഓർ എന്ന് പറയുമ്പോൾ യൂണിയൻ ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പി ഓഫ് എ യൂണിയൻ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ എന്താണ്? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പി ഓഫ് എ എന്ന് പറയുമ്പോൾ എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ് ആണ്, 30 ബൈ 60, പ്ലസ് പി ഓഫ് ബി എൻ ഓഫ് ബി ബൈ എൻ ഓഫ് എസ് വരും, 32 ബൈ 60, മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി 24 ബൈ എൻ ഓഫ് എസ് 60 ഈക്വൽ ടു 38 ബൈ 60 എന്ന് വരും, ഈക്വൽ ടു 19 ബൈ 30 എന്ന് കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്റ്റഡ് നൈദർ NCC നോർ NSS എന്ന് പറയുമ്പോൾ നോട്ട് എ ആൻഡ് നോട്ട് ബി ആണ്. പി ഓഫ് നോട്ട് എ എന്ന് പറയുമ്പോൾ എ കോംപ്ലിമെന്റ് ആൻഡ് ഇന്റർസെക്ഷൻ, നോട്ട് ബി എന്ന് പറയുന്നത് ബി കോംപ്ലിമെന്റ്. ഇതാണ് നൈദർ NCC നോർ NSS എന്ന് പറയുമ്പോൾ. ഇവിടെ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്താൽ പി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. കോംപ്ലിമെന്റിന്റെ പ്രോബിലിറ്റി 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി ആണ്. പി ഓഫ് എ യൂണിയൻ ബി നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 മൈനസ് 19 ബൈ 30 ഈക്വൽ ടു 11 ബൈ 30 എന്ന് കിട്ടും. തേർഡ് ക്വസ്റ്റ്യൻ. ഓപ്റ്റഡ് NSS ബട്ട് നോട്ട് NCC. NSSന് നമ്മൾ ബി ആണ് കൊടുത്തത്, ബി ബട്ട് നോട്ട് എ ആണ് ചോദിച്ചിരിക്കുന്നത്. പി ഓഫ് ബി ബട്ട് നോട്ട് എ എന്ന് പറയുമ്പോൾ ബി മൈനസ് എ ആണ് ചോദിച്ചിരിക്കുന്നത്.
ബി മൈനസ് എയുടെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. പി ഓഫ് ബി 32/60 മൈനസ് ഇൻ്റർസെക്ഷൻ്റെ പ്രോബിലിറ്റി 24/60 ഈക്വൽ ടു 8/60 വരും. ക്യാൻസൽ ചെയ്യുമ്പോൾ 2/15 വരും. ഈ ചാപ്റ്റർ കഴിഞ്ഞു. നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കി എഴുതുക.